അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ തവണ നമ്മൾ ഓർക്കേണ്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസ് ഏതായിരിക്കും? ആ നിലയ്ക്ക് ആലോചിക്കുമ്പോൾ പ്രഥമ പരിഗണന അർഹിക്കുന്ന ഹദീസുകളുടെ കൂട്ടത്തിലൊന്നാണ് സ്വഹീഹു ബുഖാരിയിലെ ആദ്യത്തെ ഹദീസ്. ഈ വിശുദ്ധ റമദാനിലും അതല്ലാത്ത ജീവിതത്തിൻ്റെ മരണം വരെയുള്ള നമ്മുടെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ ചെയ്യുന്ന ചെറുതായാലും വലുതായാലും രഹസ്യമായാലും പരസ്യമായാലും നിർബന്ധമായാലും അതല്ലാത്ത നിലകൾ ഉള്ളതുമായ മുഴുവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ ഈ ഹദീസിൽ പറഞ്ഞ അടിസ്ഥാനമായ നീയത്ത് അത് ഇഖ്ലാസോടു കൂടിയായിരിക്കുക എന്നുള്ളത് നിർബന്ധം തന്നെയാണ്. ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മളത് പ്രവർത്തിക്കുവാൻ നമുക്ക് പിന്നിലുള്ള പ്രചോദനം എന്താണ്, അത് അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും തന്നെയല്ലേ എന്ന ആത്മപരിശോധന നടത്തിക്കൊണ്ടേയിരിക്കണം. കാരണം അതിലെന്തെങ്കിലും ഒരു അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന കർമ്മം എത്ര വലിയ ഇബാദത്താണെങ്കിലും അതിനെത്രമാത്രം ശ്രേഷ്ഠതയും മഹത്വമൊക്കെ ഉള്ളതാണെങ്കിലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യൂല, അത് നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമൽ അമാലു ബിന്നിയാത്ത്, മുഴുവൻ കർമ്മങ്ങളും അത് നീയത്തുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വ ഇന്നമ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോ മനുഷ്യർക്കും അവരെന്താണോ ആഗ്രഹിച്ചത് അതാണ് ആ കർമ്മം കൊണ്ട് അവർക്ക് ലഭിക്കുക. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വ റസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വ റസൂലിഹി, ആരുടെയെങ്കിലും ഹിജ്റ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമാണെങ്കിൽ അവൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമുള്ളത് തന്നെയാണ്. വമൻ കാനത്ത് ഹിജ്റത്തുഹു ഇല ദുനിയാ യുസീബുഹ ഔ ഇംറഅത്തിൻ യൻകിഹുഹ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, ഇനിയൊരു മനുഷ്യൻ്റെ ഹിജ്റ ദുനിയാവിൽ എന്തെങ്കിലും വിഭവങ്ങൾ ആഗ്രഹിച്ചിട്ടാണോ, ഒരു സഹോദരി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടാണോ, എങ്കിൽ അവൻ്റെ ഹിജ്റ എന്തിനു വേണ്ടി അവൻ ചെയ്തോ അതിനുള്ളതായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്, ഹാദൽ ഹദീസുൽ അലീം ഖായിദത്തുൻ മിൻ ഖവായിദിൽ ഇസ്ലാമി വ അസ്ലുൻ മിൻ ഉസൂലി ശരിഅ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഈ മതനിയമത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങളിൽപ്പെട്ട ഒന്നു തന്നെയാണിത്. എത്രത്തോളം എന്നാൽ ഹത്താ ഖീല ഫീഹി ഇന്നഹു സുലുസുൽ ഇൽമ്, ഇത് അറിവുകളുടെ മൂന്നിലൊന്നായി ഇതിനെ പരിഗണിക്കപ്പെടുന്നു എന്നുവരെ പറയപ്പെട്ടിട്ടുണ്ട്. കാരണം ഏത് അമലുകളാണെങ്കിലും ശരി, ഏത് ഇബാദത്തുകളാണെങ്കിലും സൽക്കർമ്മങ്ങളാണെങ്കിലും ശരി, അതിൻ്റെ പിന്നിൽ ശരിയായ നിയ്യത്തില്ല എങ്കിൽ ഒരിക്കലും അതവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. ഇനി ഇബാദത്തുകൾക്ക് ആയി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾക്കപ്പുറത്തുള്ള മുആമലാത്തുകളാണെങ്കിലും അതേപോലെ തന്നെ മറ്റു സാധാരണ നിലക്കുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും ശരി, അവന് നല്ലൊരു നിയ്യത്തുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം കിട്ടാൻ കാരണമാകും. ഒരാൾ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത് എന്നുള്ള ആ നിലക്ക് ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യും, അതവനെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലാർഹമായി കൊണ്ട് മാറും. ഇനി ചെയ്യുന്ന കർമ്മം എത്ര നല്ല കർമ്മമാണ് എങ്കിലും ശരി, ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ഇബാദത്താണെങ്കിലും ശരി, അത് ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, നമസ്കരിക്കുന്നത് ജനങ്ങളെ കാണിക്കാനോ മറ്റോ വേണ്ടിയാണ് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ശ്രേഷ്ഠതയൊന്നും ചെയ്യുന്ന മനുഷ്യന് ലഭിക്കുകയില്ല, അതുകൊണ്ട് ശിക്ഷയാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാൻ്റെ ഈ പവിത്രമായ ദിനരാത്രങ്ങളിൽ ഇബാദത്തുകളേറെ ചെയ്യുന്ന നമ്മൾ അതിൻ്റെ പിന്നിൽ എപ്പോഴും അള്ളാഹുവിൻ്റെ പ്രതിഫലവും പ്രീതിയുമല്ലേ ഉദ്ദേശിക്കുന്നത് എന്ന ആത്മപരിശോധന നടത്തി അതുമാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.